ഭഗവാൻ കൃഷ്ണനോട് അർജുനൻ ചോദിച്ചു, ഭഗവാനെ, എന്താണ് ക്ഷേത്രം? ഈ സത്യത്തെ മനസ്സിലാക്കാനാണ് പ്രിയരെ ക്ഷേത്രം. ഇത് മനസ്സിലായില്ലേ, നമ്മളൊക്കെ പട്ടിയെ പോലെ ചത്തു വീഴും. അത് വീഴരുത്, അത് വീഴരുത്. ഒരു ക്ഷേത്രത്തില് 5 യജ്ഞങ്ങൾ നടക്കണമെന്നാണ് പ്രമാണം. ശ്രദ്ധിക്കൂ, ഞാനീ പറയുന്നത് ശ്രദ്ധിക്കൂ. 5 യജ്ഞങ്ങൾ, അതിനെയാണ് പഞ്ചമഹായജ്ഞങ്ങൾ എന്ന് വിളിക്കുക. ആ 5 യജ്ഞങ്ങൾ നടക്കാത്ത ക്ഷേത്രം ക്ഷേത്രമാവില്ല. ഏതാ 5 യജ്ഞം? അധ്യാപനം ബ്രഹ്മയജ്ഞം, പിതൃയജ്ഞസ്തു തർപ്പണം, ഹോമോ ദേവോ ബലിർബൗദോ നൃയജ്ഞോ അതിഥി പൂജനം. ശ്രദ്ധിച്ചു കേൾക്കൂ. 5 യജ്ഞം. അധ്യാപനം ബ്രഹ്മയജ്ഞം, അതിൽ ഒന്നാമത്തെ യജ്ഞമാണ് അധ്യാപനം. ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നിരന്തരം ക്ഷേത്രത്തിൽ നടക്കണം. ആ തട്ടകത്തുള്ളവര് നിരന്തരം ഒത്തുകൂടണം. കേൾക്കണ്ടല്ലോ, തലയിൽ വെളിവുണ്ടാവണം, വഴിതെറ്റിപ്പോകരുത്, ജാഗ്രത ആയിട്ടിരിക്കണം. പ്രിയപ്പെട്ടവരെ, എൻ്റെ കൂടെ അല്ലേ? വരട്ടെ. എന്തേവിടെ പറഞ്ഞു? അപ്പൊ ഒരു ക്ഷേത്രത്തിൽ ഒന്നാമത് നടക്കേണ്ടത് എന്താണ്? പറയൂ. അധ്യാപനം. അതാണ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത്. രണ്ടാമത് പിതൃയജ്ഞമാണ്. മിക്കവാറും അമ്പലത്തിൽ പിതൃയജ്ഞം ഉണ്ടാവും. ഇവിടെ ഉണ്ടോന്ന് അറിയില്ല. ഇവിടെ ജലാശയങ്ങൾ ഉണ്ടെങ്കിൽ പിതൃയജ്ഞം നടത്താൻ സൗകര്യം ഉണ്ടാവും. മിക്കവാറും അമ്പലങ്ങളിൽ പണ്ട് പിതൃയജ്ഞം ഉണ്ടാവും. കാരണം ദേവയജ്ഞം പോലെ പിതൃയജ്ഞം പ്രധാനമാണ്. ദേവയജ്ഞത്തെക്കാൾ ഒരു പടി മുന്നിലാണ് പിതൃയജ്ഞം. വഴിയെ പറയാം. കാരണം ദേവയജ്ഞം, പിതൃയജ്ഞം കഴിഞ്ഞിട്ടേ ദേവയജ്ഞം ഉള്ളൂ. മനസ്സിലാക്കിയാൽ മതി. മാതാ, പിതാ, ഗുരു, ദൈവം. ആ ദൈവത്തിലേക്ക് വഴി കാണിക്കുന്നത് ഈ 3 ആൾക്കാരാ. അവരുടേത് കഴിഞ്ഞിട്ടേ ദൈവമുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ എന്നൊക്കെ പറയണത്? എന്താ പറഞ്ഞ? മാതാ, പിതാ, ഗുരു, ദൈവം. ഈ 3 പേര് കഴിഞ്ഞിട്ടാ ദൈവം. അത് സംശയം എന്താ? അപ്പൊ അതുകൊണ്ട് പിതൃക്രിയയാണ് ദേവക്രിയേക്കാൾ ആദ്യം വരുന്നത്. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ശബരിമലയ്ക്ക് പോകുമ്പോ പമ്പയിൽ പിതൃക്രിയ ചെയ്തിട്ടേ എങ്ങോട്ട് കയറൂ. 5 കിലോമീറ്റർ നീലിമല അല്ലെങ്കിൽ കരിമല നിങ്ങൾ കയറുള്ളൂ. ശരിയാണോ അല്ലയോ? അല്ലാതെ ആരെങ്കിലും സന്നിധാനത്ത് പോയി തൊഴുത് താഴേക്ക് ഇറങ്ങിയിട്ട് പമ്പയിൽ പിതൃക്രിയ നടത്തുവോ? ഉണ്ടല്ല, നടത്തുവോ? ഇല്ല. അപ്പൊ പിതൃക്രിയ ദേവക്രിയയേക്കാൾ, പറയൂ, ദേവക്രിയയേക്കാൾ മുന്നിൽ വരുന്നു. ഇത് രണ്ടാമത്തെ യജ്ഞമാണ് അമ്പലത്തിൽ. രണ്ടാമത്തെ യജ്ഞം. അപ്പൊ നോക്കൂ. അധ്യാപനം ബ്രഹ്മയജ്ഞം, പറയൂ, പിതൃയജ്ഞസ്തു തർപ്പണം, പിന്നെ ഹോമോ ദേവോ, അവിടെ ഹോമം നടക്കണം. ഗണപതി ഹോമം അടക്കമുള്ള ഹവിസ്സിൽ നിന്നുള്ള പുക ഉയരണം. അപ്പോഴേ അത് ക്ഷേത്രമാവും. അല്ലേ? അങ്ങനെ തന്നെയല്ലേ? ആണോ അല്ലയോ? മൂന്നാമത്തേത് ഹോമം. ദേവന്മാർക്ക് ഹോമം വേണം. ശ്രദ്ധിക്കൂ, അത് ക്ഷേത്രത്തിന്റെ പ്രത്യേകതയാണ്. അധ്യാപനം ബ്രഹ്മയജ്ഞം, പിതൃയജ്ഞസ്തു തർപ്പണം, ഹോമോ ദേവോ ബലിർബൗദോ, ഭൂതങ്ങൾക്ക് ബലി. ഞാനിപ്പോ ഇങ്ങോട്ട് പോരുമ്പോ രാവിലത്തെ പൂജാതി കാര്യങ്ങൾ കഴിഞ്ഞ് കിളികൾക്ക് വെള്ളം വെച്ചു കൊടുത്ത്, മലരുണ്ടാവും. മലര് കണ്ടിട്ടില്ലേ? അത് കുറച്ചൊരു പാത്രത്തില് കിളികൾക്ക് ഇട്ട് കൊടുത്ത്, പല കിളികളും വരും. അത് കണ്ടിരിക്കാനൊരു രസമാണ്. അവ തമ്മിൽ സംസാരിക്കുന്നതൊക്കെ കാണാനൊരു രസമാണ്. എല്ലാ ജീവികൾക്കും എന്ത് ചെയ്യണം? നമ്മൾ ഭക്ഷണം കൊടുക്കണം. പണ്ട് നമ്മൾ കഴിച്ചതിന്റെ എന്താ പറയുക, കഴിച്ചു, അത് കഴിഞ്ഞിട്ട് കിളികൾക്കൊക്കെ ഒരു കൊടുക്കണ പതിവുണ്ട്. ഉണ്ടോ ഇല്ലയോ? ഇല്ലേ? അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നില്ലേ പണ്ട്? എന്തിനധികം പറയണു, പണ്ട് നമ്മള് വെക്കാൻ കൊണ്ടോണേന്ന് ഒരു പിടി അരി എടുത്ത്, പറയൂ, ഒരു കുടത്തിലേക്ക് ഇട്ട് വെക്കും. അതിനെയാണ് പിടിയരി ശേഖരണം എന്ന് വിളിക്കുക. അത് ഒരു മാസമാകുമ്പോൾ ഒരു 3.5-4 കിലോ ഒക്കെ ഉണ്ടാവും. ഒരു മാസം ആകുമ്പോഴേക്കും അത് അമ്പലത്തിൽ കൊണ്ടുവരും. മിക്സ് ചെയ്യില്ല. മിക്സ് ചെയ്താൽ പല ടൈപ്പ് അരി ഉണ്ടാവും. പല ആൾക്കാർ കൊണ്ടുവരുന്നത് പല അരിയായിരിക്കും. അപ്പൊ ഇത് ഓരോന്നും അങ്ങനെ തന്നെ ശേഖരിച്ച് ഇരുചെവി അറിയാണ്ടേ അങ്ങനെയാ കൊടുക്കേണ്ടത്. പ്രിയാദേയം, ബിയാദേയം, സംവിധാദേയം. ഇത് വേദത്തിന്റെ വരിയാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്. ഇക്കൈ കൊടുക്കണത്, ശ്രദ്ധിക്കൂ, ഇക്കൈ കൊടുക്കണത് ഏതറിയരുത്? ഇക്കൈ അറിയരുത്. എന്താ സംശയം? ഇക്കൈ കൊടുക്കുന്നത് ഇക്കൈ അറിയരുത്. അങ്ങനെ ഇരുചെവി അറിയാതെ കൊടുക്കണം. ഞാൻ 2 ദിവസം മുന്നേ കോഴിക്കോട്ടെ ഒരു ബാലികാ സദനത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. പെൺകുട്ടികളെ, അനാഥരായ അഥവാ അച്ഛനും അമ്മയും ഉണ്ടായിട്ട് പോലും ആ വീട്ടിൽ ജീവിക്കാൻ കഴിയാത്ത കുട്ടികളെ വളർത്തി വലുതാക്കുന്ന ഒരു സങ്കേതത്തിന്റെ വാർഷികാഘോഷത്തിലായിരുന്നു 2 ദിവസം മുന്നേ സംസാരിച്ചത്. എൻ്റെ കണ്ണൊന്ന് നിറഞ്ഞുപോയി. 2ാമത്തെ തവണയാണ് ഞാൻ അവിടെ കയറി ഇറങ്ങുന്നത്. 2 ലക്ഷം രൂപയാണ് ഒരു പെൺകുട്ടിക്ക് വേണ്ടി ഒരു മാസം ആ സങ്കേതം ചെലവഴിക്കുന്നത് എന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് അത്യധികം അത്ഭുതം തോന്നി. ആ പ്രഭാഷണം നീളട്ടെ എന്ന് പറഞ്ഞവരോട്, എൻ്റെ പ്രഭാഷണം അത് കുറച്ചും കൂടി മുന്നോട്ട് പോകാറുണ്ട്. ഞാൻ പറ്റില്ല, തിരുവാതിരക്കളിയൊക്കെ ഉണ്ട് പിന്നെ അവിടെ. കാരണം അവരെ കേട്ടിരിക്കാന്ന് പറഞ്ഞു. ഇനി ഒരു ദിവസം കൂടി വരണട്ടോ, വലിയ സന്തോഷമായി എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പിരിഞ്ഞിറങ്ങിയത്. കുട്ടികളെ മുഴുവൻ കണ്ടു. അവരൊക്കെ വലിയ ഹാപ്പിയില്ല. അവർക്ക് തിരിച്ചറിവുണ്ടാവുകയും ചെയ്തു. ആർക്ക്? ആ കുട്ടികൾക്ക്. കേൾക്കണ്ടോ ഈ പ്രഭാഷണം കേട്ട് കഴിഞ്ഞാൽ? അത് ഉണ്ടാവുമ്പോൾ നമുക്കൊരു സംതൃപ്തിയാണ്. ശരിയാണോ അല്ലയോ? അല്ലാതെ ഒരു കാര്യം ചെയ്തിട്ട് അതിനെ കൊണ്ട് ഒരു ഗുണവും കിട്ടാതെ പ്രാഗിയിട്ട് അങ്ങോട്ട് ഇറങ്ങേണ്ടി വന്നാൽ
ഇതിൽപ്പരം ദുഃഖം വേറെ ഇല്ല. അതുകൊണ്ട് ആ കാത് കൂർപ്പിച്ച് കേൾക്കൂ എന്ന് പറഞ്ഞത്. കാത് കൂർപ്പിച്ച് കേൾക്കൂ എന്ന് പറഞ്ഞത്. പ്രതിസന്ധി ഉണ്ടാവും. അങ്ങനെ വരുമ്പോ കൈ കോർക്കണം. കേൾക്കണ്ടോ ഇല്ലയോ? കൈ കോർക്കണം, അതിന് കയറണം. അതിനാണ് നമ്മളെല്ലാവരും. അതായത് എൻ്റെ അടുത്ത് എത്രയോ ആൾക്കാർ ദിവസം വരുന്നുണ്ട്, കൈ കോർത്തവരെ കയറ്റിയിട്ട് എന്നാലാവുന്നത് ചെയ്തു കൊടുത്തിട്ടേ തിരിച്ചു പോയി. ശ്രദ്ധിക്കുന്നില്ലേ ഞാൻ പറയണ? അധ്യാപനം ബ്രഹ്മയജ്ഞം പിതൃയജ്ഞസ്തു തർപ്പണം ഹോമോ ദേവോ ബലിർബൗദ്ധോ. ബലി മനസ്സിലായല്ലോ നിങ്ങൾക്ക്? ആനയൂട്ട് ഉൾപ്പെടെയുള്ള എല്ലാം എന്താണ്? ഭൂതബലിയാണ്. സകല ചരാചരങ്ങളോടുള്ള കടമയാണ്. ശബരിമലയ്ക്ക് പോകുമ്പോൾ അപ്പാച്ചി വീട്ടിലും ഇപ്പാച്ചി കുഴിയിലും ഉണ്ടയെറിയലും ഒക്കെ തന്നെയും സകല ഭൂതങ്ങളോടുമുള്ള കടമയാണ്. ഇത് പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ശബരിമലയ്ക്ക് നോക്കിയാൽ പഞ്ചമഹായജ്ഞം കൃത്യമായിട്ട് കാണാം. പഞ്ചമഹായജ്ഞം കൃത്യമായിട്ട് കാണാം. കേൾക്കണില്ലേ ഞാൻ പറയണം? അവസാനം ശ്രദ്ധിക്കൂ. അവസാനം അധ്യാപനം ബ്രഹ്മയജ്ഞം പിതൃയജ്ഞസ്തു തർപ്പണം ഹോമോ ദേവോ ബലിർബൗദ്ധോ നൃയജ്ഞോ അതിഥി പൂജനം. അന്നദാനം അവസാനം. പക്ഷെ അമ്പലത്തില് അന്നദാനം ആദ്യം. കോഴിക്കോട്ടൊക്കെ ഒരു പതിവുണ്ട്, ഉപദ്രവിക്കരുതേ. ആരും ഉപദ്രവിച്ചാൽ എനിക്ക് വിരോധമില്ല, പറയട്ടെ. കോഴിക്കോട്ടൊരു പതിവുണ്ട്. എന്താ പതിവ് വെച്ചാൽ പ്രഭാഷണം. ഇവിടെ ഉച്ചയ്ക്ക് പ്രഭാഷണം പതിവില്ല അല്ലേ? അവിടെ അങ്ങനെ പതിവുണ്ട്. തെക്കോട്ട് ഇങ്ങോട്ട് പോരുമ്പോൾ ഉച്ചയ്ക്കുള്ള പ്രഭാഷണം ഇല്ല, ഒക്കെ വൈകുന്നേരമേ ഉള്ളൂ. അവിടെ അങ്ങനെയല്ല, അവിടെ ഉച്ചയ്ക്ക് പ്രഭാഷണം ഉണ്ടാവും. അതെന്തിനാണെന്നറിയോ? അത് 11-11:30 വെക്കുക. ഞാനൊരു അമ്പലത്തിൽ പോയി അവിടുത്തെ കമ്മിറ്റിക്കാരെ നമസ്കരിച്ചു. ഈ ഉച്ചഭക്ഷണത്തിനുള്ളവരൊക്കെ ഇങ്ങോട്ട് പോന്നോട്ടെ, അവർക്കൊക്കെ കേൾപ്പിക്കത്തക്ക രീതിയിലാണ് പ്രഭാഷണം. ഒരു 1 മണി വരെയൊക്കെ പ്രഭാഷണം എടുക്കും. അപ്പൊ അപ്പം പ്രഭാഷകന്റെ വിചാരം എന്താ? പ്രഭാഷണം കേൾക്കാൻ വന്നതാ അത് മുഴുവൻ? അല്ല. ഗത്യന്തരല്ലേ, കാലമാടൻ എപ്പോഴാണ് നിർത്താന്ന് അറിയില്ല, ഇത് കഴിഞ്ഞിട്ട് വേണം. ഇതാണ് ഈ ഇരുത്തം. അങ്ങനെയാണ് ഇരുത്തം. ഒരു അമ്പലത്തിൽ പോയപ്പോ ഞാനൊരു രസം കണ്ടു. അത് പറയട്ടെ, ഒരു രസം പറയട്ടെ. എന്താ രസിച്ചാല് അവിടെ പ്രഭാഷണം തന്നെ ഊട്ടുപറേൻ്റെ ഉള്ളിലാണ്. എല്ലാത്തിനും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിരുത്തിയിട്ടുണ്ട്. അപ്പൊ വേവലാതി ഒന്നുമില്ല. ഇനിയിപ്പോ സീറ്റ് പിടിക്കൊന്നും വേണ്ട, കാമായിട്ടിരുന്ന് പ്രഭാഷണം കേൾക്കുന്നുണ്ട്. ആ കമ്മിറ്റിക്കാരൻ ഞാൻ സാഷ്ടാംഗം നമസ്കരിച്ചു. കാരണം എന്താ അറിയോ? അതിനും വേണം ഒരു ബുദ്ധി. ഇങ്ങനത്തെയൊക്കെ ടീമാണ് നമ്മളെ ടീം. എത്ര കൊടുത്താലും തലയിൽ വെളിവ് വരൂല, എത്ര കേട്ടാലും ഉള്ളിങ്ങോട്ട് തുറക്കൂല. അങ്ങനത്തെ ചില ടീമുണ്ട്. ഇതാണ് ഞാൻ പറയുന്നത്. എന്തായാലും ഇവിടെ അങ്ങനത്തെ പതിവൊന്നും കണ്ടില്ല ഞാൻ. ഇവിടെ എന്താ സ്ഥിതി അറിയില്ല കേട്ടോ. ഞാൻ ഒരു ദിവസം ഇപ്പോൾ വരാറുള്ളൂ, അതുകൊണ്ട് എനിക്കറിയില്ല. അപ്പൊ ഇവിടെ ഇരിക്കുന്നവരൊക്കെ വളരെ ഡീസൻ്റാ. നമ്മളൊക്കെ തനിനിറം കാണണേ നമ്മളെ വീട്ടിൽ പോയി നോക്കണം. ഒരു മാസ്ക് ധരിച്ചിട്ടാണ് എല്ലാവരും ഇരിക്കുക. നമ്മളൊക്കെ ശരിക്കുള്ള മാസ്ക് കാണണേ വീട്ടിൽ പോയി നോക്കണം. സംശയം എന്താ? ഒക്കെ പല പല കോലത്തിലും ആയിരിക്കും. ഇരിക്കട്ടെ, ഇവിടെ തിരിച്ചു പറ്റേ. അപ്പൊ എന്താ ഇവിടെ പറഞ്ഞു ഞാൻ? ഈ 5 യജ്ഞത്തില് ഇക്കിളിയിൽ നിന്ന് മാറി നിൽക്കണം. വേണോ വേണ്ടയോ? ഇക്കിളികളെ ആട്ടി ഓടിക്കാൻ പഠിക്കൂ. ഞാൻ ആനന്ദ സ്വരൂപനാണെന്ന് ഉറപ്പിക്കൂ. ആ 7 മുളന്തണ്ട് എന്റെ ഉള്ളിലാണ് പൊട്ടണത് എന്ന് ഉറക്കെ പഠിച്ചു വെക്കും. അപ്പൊ ഭാഗവതം നിങ്ങളുടെ ഉള്ളില് തെളിഞ്ഞു നിൽക്കും. ഇനി എന്താണ് ആ 7 മുളന്തണ്ട് പൊട്ടല് നമുക്കൊന്ന് കാണണ്ടേ? ഉണ്ടല്ലേ? കാണണ്ടേ? അതിന് ക്ഷേത്രം എന്താന്ന് പഠിക്കണം. ക്ഷേത്രം എന്താന്ന് പഠിച്ചാൽ 7 മുളന്തണ്ട് പൊട്ടല് നമുക്ക് മനസ്സിലാവും. അവിടെ നിൽക്കണ ഒരു കസേര കിട്ടാഞ്ഞിട്ടാണോ നിൽക്കണ എങ്കിൽ ഇങ്ങോട്ട് കയറിയിരിക്കും. കേൾക്കണം എന്നുള്ളവരാണെങ്കിൽ ഒന്നും ഇങ്ങോട്ട് കയറി, അതിന് പ്രയാസമില്ല. പോണ്ടപ്പോൾ ഇറങ്ങി പോയിക്കോളൂ, ഒരു കുഴപ്പമില്ല. ഇവിടെ ഇഷ്ടമാതിരി സീറ്റ് ബാക്കിയുണ്ട്. ഇനി അങ്ങോട്ട് ഒന്ന് നോക്കണ്ട, പോണ്ടവരുണ്ടേ പോയിക്കോളൂ, കുഴപ്പം. ഇപ്പൊ ഞാനത് പറഞ്ഞിട്ട് വേവലാതിപ്പെടണ്ട. ഇങ്ങോട്ട് വരട്ടെ. ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് കയറിയിരിക്കുക. ഇവിടെ എന്താ പറഞ്ഞപ്പോൾ ഞാൻ ഇവിടെ എന്താ പറഞ്ഞു? ഇങ്ങോട്ട് വരട്ടെ. ക്ഷേത്രം എന്താന്ന് മനസ്സിലാക്കണം. നമുക്ക് ആ ക്ഷേത്രം എന്താന്ന് ഒന്ന് നോക്കാം. വരില്ലേ നിങ്ങൾ എൻ്റെ കൂടെ? വരുമോ ഇല്ലയോ? വരും. നമുക്ക് ക്ഷേത്രം എന്താന്ന് നോക്കാം. വരും. 64 കിലോമീറ്റർ നീളവും 64 കിലോമീറ്റർ വീതിയുമുള്ള, പഴയ ഭാഷയിൽ പറഞ്ഞാൽ 5 യോജന നീളവും 5 യോജന വീതിയുമുള്ള. നിങ്ങൾ എത്ര പേര് കുരുക്ഷേത്രത്തിൽ പോയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. കുരുക്ഷേത്രത്തിൽ പോയവർക്കറിയാം അതിന്റെ നീളവും വീതിയും ഏകദേശം ഒരേപോലെയാണ്. കുരുക്ഷേത്ര യുദ്ധഭൂമി പോയവരാരുടെ കൈവക്കി? ആരുമില്ലേ? ഞാൻ മാത്രമേ ഉള്ളൂ. എപ്പോഴെങ്കിലും കാശി വരെയെങ്കിലും ഒന്ന് പോയി പോരണേ. ഇതിന്റെ താഴ്മയായ അപേക്ഷയാണ്. ഇപ്പൊ അതിനുള്ള സൗകര്യമുണ്ട്. ആ കാശി പോയി ഉണ്ടാവും. കാശി വരെയെങ്കിലും ഒന്ന് പോകണം. അവിടുത്തെ മണികർണിക ഘട്ട് എപ്പോഴെങ്കിലും ഒന്ന് കാണണം. അപ്പൊ നിങ്ങളെ സകല അഹങ്കാരം പോകും. 24 മണിക്കൂർ ശവം ദഹിക്കുകയാണ് അവിടെ. 24 മണിക്കൂറും ശവം ദഹിക്കുകയാണ് മണികർണിക ഘട്ടില്. ആ ചുടല ഭസ്മത്തിലാണ് കാശി വിശ്വനാഥൻ തന്റെ സുന്ദരമായ താണ്ഡവ നടനം നടത്തുന്നത്. ഇതൊക്കെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ പറഞ്ഞോന്ന് എനിക്കറിയില്ല. പറഞ്ഞില്ലേ? ഇതും പറഞ്ഞില്ലേ? ആ സുന്ദരമായ താണ്ഡവ നടനം അവിടെയാണ് നടക്കുന്നത്. എനർജി മാറ്റർ കോസ്മിക് ഡാൻസ്. അതായത് ചുടല ഭസ്മത്തില് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ ഈ ശരീരം എന്ന് ഊട്ടി ഉറപ്പിക്കുകയാണ് മണികർണിക ഘട്ട്. ഈ ശരീരം വീണു പോകും. അത് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ പറഞ്ഞ ഈ ശരീരം അല്ല ഞാൻ എന്ന് പറഞ്ഞില്ലേ?
ഞാൻ ഇപ്പൊ ഒന്നും പറഞ്ഞില്ലേ ഇവിടെ? ശരീരമല്ല ഞാൻ അന്ന് പറഞ്ഞില്ലേ? ഞാൻ ഈ കയ്യാണോ ചോദിച്ചു എവിടുന്ന്? ഇല്ലേ? ഞാൻ ഈ കാലാണോ ചോദിച്ചു എവിടുന്ന്? എനിക്ക് ഓർമ്മയുണ്ട്. നിങ്ങളെല്ലാവരും അന്ന് ഉണ്ടായിക്കൊള്ളണമെന്നില്ല, അതൊരു സത്യം. റൈറ്റ്, ആവട്ടെ. ഞാൻ ഈ ശരീരമല്ലെന്ന് ഉറപ്പിച്ച് ഞാൻ നാളെ ഈ ശരീരം താഴേക്ക് വീഴുകയും ഈ ശരീരം ഭസ്മമായി തീരുകയും ചെയ്യും. പക്ഷെ എനിക്ക് നാശമില്ല എന്ന് പഠിച്ചു വെക്കണം. ഇതിൻ്റെ ഉള്ളിലുള്ള സ്വത്വത്തിന് നാശമില്ല, അതിനെ ഉയർത്തണം. കേൾക്കണ്ടോ പറഞ്ഞ? അതിനെ ഉയർത്തണം. എന്റെ കൂടങ്ങൾ പോരുണ്ടോ? ഇതിനെ ഉയർത്തണം. ആ ഉയർത്താനുള്ള വിദ്യയാണ് ക്ഷേത്രത്തെ കാട്ടിത്തന്ന് നിങ്ങൾക്ക് കാട്ടിത്തരണത്. എന്നിട്ട് 7 മുളന്തണ്ട് പൊട്ടുന്ന വിദ്യയും കൂടി നമുക്ക് ഇപ്പൊ കാണണം. ഒന്നിച്ചിരിക്കും. ഇത് കേൾക്കാനുള്ള ഒരു എന്താ പറയാ, നിതാന്ത ജാഗ്രതയോടെ ശ്രദ്ധയോടെ കേൾക്കും. ആ വിഷയത്തെ ഉള്ളിലേക്ക് കയറ്റിയാണ് കൊണ്ടുപോകണം. 64 കിലോമീറ്റർ നീളവും 64 കിലോമീറ്റർ വീതിയുമുള്ള ഹരിയാനയിലെ കുരുക്ഷേത്ര യുദ്ധഭൂമിയുടെ പടിഞ്ഞാറ് വശത്ത് വെച്ചാണ് ഭഗവാൻ കൃഷ്ണൻ അർജുനന് ഗീത ഉപദേശിച്ചത്. അതിന് സാക്ഷിയായി നിന്ന വടവൃക്ഷത്തിന്റെ കുട്ടിയുടെ എത്രാമത്തെ കുട്ടിയാണെന്നറിയില്ല, ഇപ്പോഴും ഉണ്ട് അവിടെ. എവിടെ? കുരുക്ഷേത്രത്തിൽ. നിങ്ങൾ പോയി നോക്കിയാൽ കാണാം. മണികർണിക കെട്ട്, എന്താ പറയുക, എല്ലാം ചരിത്രത്തില് എന്തൊക്കെയുണ്ടോ ഭാരതഭൂമിയിൽ അതൊക്കെ അവിടെ അവശേഷിപ്പിച്ച് നിർത്തിയിട്ടുണ്ട്. പോയാൽ കാണാം. ചില സ്ഥലത്ത് എത്തുമ്പോൾ നമുക്ക് സങ്കടം തോന്നുകയും ചെയ്യും. ഭഗവാനെ കാരാഗ്രഹത്തിൽ അടച്ച സ്ഥലമുണ്ട്, വൃന്ദാവനമുണ്ട്. അവിടെയൊക്കെ ഒന്ന് പോയി നോക്കുക. വൃന്ദാവനത്തിലൊക്കെ ഒന്ന് പോയി നോക്കുക. ഭഗവാൻ യമുനയിലേക്ക് ചാടിയ സ്ഥലമൊക്കെ ഒന്ന് പോയി കാണും. അപ്പൊ നിങ്ങൾ ലൈവായി നിൽക്കും, രോമങ്ങനെ എഴുന്നേറ്റ് നിൽക്കും. രാധാദേവിയൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാം. എന്താ പറയുക, മുടികെട്ടി ഒക്കെ കാണാം. നിങ്ങൾക്ക് അവിടെ ഒന്ന് കാണൂ. എപ്പോഴേക്ക് താഴ്മയായ അപേക്ഷയാണ് എൻ്റെ. 10 ഉറുപ്പ്യ ഇട്ടിട്ട് ഈ ടാവട്ടത്ത് കിടന്ന് ചത്തുവ വരുത്. ഇവിടെ കിടന്ന് പോരടിച്ച് എന്താ പറയുക, സ്വത്തിനും വേണ്ടിയിട്ടൊക്കെ അടികൂടി ചത്തുവ വരുത്. ഒന്ന് പുറത്തേക്ക് കിടക്കുക. അപ്പൊ ചക്രവാളൊന്ന് വികസിക്കും. അപ്പൊ പിന്നെ സ്വത്തും വേണ്ട, ഒന്നും വേണ്ട. യഥാർത്ഥ സ്വത്ത് ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണെന്ന് മനസ്സിലാവും. കേൾക്കണില്ല പറഞ്ഞ? ഇതിനർത്ഥം സ്വത്ത് ആർജിക്കേണ്ടെന്നല്ല, നന്നാക്കി ആർജിക്കണം. പക്ഷെ ഉള്ളിലുള്ള സ്വത്തിനെ വിടരുത്. കേൾക്കണ്ടായില്ല? ഉള്ളിലുള്ള സ്വത്താണ് വലിയ സ്വത്ത്. അത് മനസ്സിലാക്കിക്കോളും. ഉള്ളിലുള്ള സ്വത്താണ് വലിയ സ്വത്ത്. ഇത് മറക്കരുത്. വരട്ടെ, എന്നിട്ട് തിരിച്ചു വരട്ടെ. 64 കിലോമീറ്റർ നീളവും 64 കിലോമീറ്റർ വീതിയുമുള്ള ഹരിയാനയിലെ കുരുക്ഷേത്ര യുദ്ധഭൂമിയുടെ പടിഞ്ഞാറ് വശത്ത് വെച്ച് ഭഗവാൻ കൃഷ്ണനോട് അർജുനൻ ചോദിച്ചു, ഭഗവാനെ, എന്താണ് ക്ഷേത്രം? അതാണ് ചോദ്യം. എന്താണ് ക്ഷേത്രം? അതൊന്ന് എനിക്ക് പറഞ്ഞു തരുവോ? ശ്രദ്ധിക്കണം. എന്താ ചോദിച്ചത്? എന്താണ് ക്ഷേത്രം? അതെനിക്ക് പറഞ്ഞു തന്നാലും. ഇപ്പൊ ഭഗവാൻ കൃഷ്ണൻ അതിന് തിരിച്ചു പറയുന്ന മറുപടി ഉണ്ട്. ഇത് ഉള്ളിലേക്ക് അങ്ങോട്ട് ആവാഹിച്ചു വെക്കൂട്ടോ, വിടരുത്. ആവാഹിച്ചു വെക്കണം. എന്താ ഭഗവാൻ കൃഷ്ണൻ അർജുനനോട് പറഞ്ഞത്? ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയതേ. അടിവരയിട്ട് കേൾക്കണേ. എന്താ പറഞ്ഞത്? ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയതേ. ഹേ കുന്തിപുത്ര, ഈ ശരീരമാണ് ക്ഷേത്രം എന്ന് പറയപ്പെട്ടിരിക്കുന്നത്. ശ്രദ്ധിച്ച് മനസ്സിലാക്കും. അതുകൊണ്ട് ഇതിനെ പാഴാക്കി കളയരുതേ. വെള്ളം അടിച്ച് പുല്ലും പറിച്ച് മേപ്പെട്ട് നോക്കി ഇതിനെ നശിപ്പിച്ച് കളയരുത്. കേൾക്കണ്ടോ ഇല്ലയോ? നല്ല രീതിയിൽ ഇതിനെ പരിപാലിച്ചു കൊണ്ട് നടക്കണം. ദീർഘായുസിന് വേണ്ടി പ്രാർത്ഥിക്കണം. കേൾക്കുന്നുണ്ടോ ഞാൻ ഈ പറയണത്? ദീർഘായുസിന് വേണ്ടി പ്രാർത്ഥിക്കണം. വേഗം ചത്തോട്ടെ എന്നല്ല പ്രാർത്ഥിക്കേണ്ടത്. ശരീരത്തെ സംരക്ഷിച്ചു നിർത്തണം. ശ്രദ്ധിക്കും. കേൾക്കുന്നുണ്ടോ? ശരീരത്തെ സംരക്ഷിച്ചു നിർത്തണം പരമാവധി. ബാക്കിയുള്ളത് നമ്മളെ കൈപ്പിടിയിലല്ല, പരമാവധി സംരക്ഷിച്ചു നിർത്തണം. ശ്രദ്ധിക്കും. ആഹാരവിഹാരങ്ങളെയൊക്കെ നിയന്ത്രിച്ച് ശരീരത്തെ നേരെ ചൊവ്വേ സംരക്ഷിച്ചു നിർത്തണം. നോക്കൂ, അപ്പൊ എന്തേ പറഞ്ഞു? ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയതേ. ഈ ശരീരത്തെയാണ് ക്ഷേത്രം എന്ന് പറയപ്പെട്ടിരിക്കുന്നത്. എന്നിട്ട് ഒരു പടി കൂടി കടന്ന് ഭഗവാൻ പറഞ്ഞു. എന്താ ഭഗവാൻ പറഞ്ഞത്? ശ്രദ്ധിക്കൂ. ക്ഷേത്രജ്ഞം ചാപിമാം വിദ്ധി സർവക്ഷേത്രേഷു ഭാരത. ഹേ കുന്തിപുത്ര, ഈ സകല ക്ഷേത്രത്തിന്റെ ഉള്ളിലിരിക്കുന്നവൻ പല പേരുകളിൽ ഞാനാണെന്നറിഞ്ഞാലും, ശിവനെന്നോ ദേവിയെന്നോ പറഞ്ഞു മനസ്സിലായില്ലേ? ഏത് ദേവതാ സ്വരൂപത്തിൽ നിങ്ങൾ വിളിച്ചോളൂ, അതൊക്കെ ആര് തന്നെയാണ്? ആ ഭഗവാൻ തന്നെയാണെന്ന് അറിഞ്ഞാലും. നോക്കൂ, ഈ ശരീരത്തിന്റെ ഉള്ളിലിരിക്കുന്നവനും, കേൾക്കണ്ടോ ഇല്ലയോ? ആ ശരീരത്തിന്റെ ഉള്ളിലിരിക്കുന്നവനും, ഇതാ ഈ ശരീരത്തിന്റെ, ആ ശരീരത്തെ ഇക്കാണായ മുഴുവൻ ശരീരത്തിന്റെ ഉള്ളിലിരിക്കുന്നവനും ഞാനാണ് എന്ന് ഭഗവാൻ അടുത്തതായിട്ട് പറയുകയാണ്. ഇനി അടുത്ത വാക്ക് നന്നായിട്ട് ശ്രദ്ധിച്ച് കേട്ടോളൂ. ഇരുകാതും കൂർപ്പിച്ച് കേൾക്കണം, നിർബന്ധമായിട്ട് കേൾക്കണം. എന്താ അടുത്ത വരി? ക്ഷേത്രജ്ഞയോർ ജ്ഞാനം യത്തജ്ഞാനം മതം മമ. എന്താ പറഞ്ഞത്? ആ ക്ഷേത്രത്തെ കുറിച്ചും പറയൂ, ആ ക്ഷേത്രജ്ഞനെ കുറിച്ചുമുള്ള അറിവാണ് യഥാർത്ഥത്തിലുള്ള അറിവ്. അല്ലാത്തതൊന്നും യഥാർത്ഥത്തിലുള്ള അറിവാവില്ല അർജുന.
മനസ്സിലായില്ലേ? ഞാൻ ഈ പറയണ നിങ്ങൾ കേൾക്കണ്ടോ ഇല്ലയോ? അതുകൊണ്ടാണ് ആപ്പിൾ കമ്പനിയുടെ ഉടമ എന്താ പറയുക, കുംഭമേളയ്ക്ക് വരാൻ വേണ്ടി ഔത്സുക്യം കാണിച്ചത്. കോടികളുടെ ആസ്തിയാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? വിവേകമുള്ളവൻ വരും. കേൾക്കണ്ടോ ഇല്ലയോ? എന്താണ് ഈ ഭാരതഭൂമിയിൽ നടക്കുന്നത് എന്ന് അവൻ അറിയും. എന്താണ് ഈ ഭാരതത്തിന്റെ പൂർണ്ണസ്വരൂപം എന്ന് അവരറിയും. അപ്പൊ ONV കുറിപ്പിന്റെ ഒരു വരി മറക്കില്ല. ആദിയുഷ സന്ധ്യ പൂത്തതിവിടെ. മറക്കരുത്. ആദിയുഷ സന്ധ്യ പൂത്തതിവിടെ. പോരാ, ആദിസർഗത്താളമാർന്നതിവിടെ. പഴശ്ശിരാജ എന്ന സിനിമയ്ക്ക് വേണ്ടി അത് എഴുതിയ വരിയാ ഞാൻ പറഞ്ഞത്. ആദിസർഗത്താളമാർന്നതിവിടെ, ബോധനിലാപ്പാൽ കറന്ന്. ഇതൊരു വരിയാന്ന് ആലോചിച്ച് നോക്കൂ. ബോധമാകുന്ന നിലാവാകുന്ന പാൽ കറന്ന് മാമുനിമാർ തപം ചെയ്ത് നാദഗംഗ ഒഴുകി വന്നതിവിടെ. ഇത്രയും എഴുതിയിട്ട് ONV കുറിപ്പ് ഒരു വരി കൂടി ചോദിക്കുന്നുണ്ട്. അതെന്താ വരി എന്നറിയോ? ആരിവിടെ കൂരിരുളിൻ മടകൾ തീർത്തു. അതാരാന്ന് നമ്മൾ കണ്ടെത്തണം. എന്ത് കൂരിരുളിൻ മടകൾ തീർത്തത് ആരാണ് ഇവിടെ? ആരിവിടെ ചുരങ്ങൾ താണ്ടി ചൂളമടിച്ചു, ആനകേറാ മാമലതൻ മൗനമുടച്ചു. അതിന്ന് നമുക്ക് സ്വാതന്ത്ര്യം വേണം. കേൾക്കണ്ടോ ഇല്ലയോ? നമ്മളെ കെട്ടിയിട്ടത് ആരാണെന്ന് ശ്രദ്ധിക്കണം. കേൾക്കണ്ടോ ഇല്ലയോ? അതായത് അജ്ഞാനത്തിൽ കെട്ടിയിട്ടത് ആരാണെന്ന് ശ്രദ്ധിക്കണം. ആ അജ്ഞാനത്തിന്റെ തോട് പൊട്ടിച്ച് പുറത്തേക്ക് കടക്കൂ. മനസ്സിലാവില്ലേ? അപ്പൊ ഈ ശരീരം പറയൂ, ഈ ശരീരം പറയൂ, ഈ ശരീരം ക്ഷേത്രമാണെന്നും അതിൻ്റെ ഉള്ളിലിരിക്കുന്നവൻ പറയൂ ഈശ്വരനാണെന്നും മനസ്സിലാക്കണം. അതുകൊണ്ടാണ് കുഞ്ഞുണ്ണി മാഷ് പാടിയത്. എന്താ പാടിയത്? കുഞ്ഞുണ്ണി മാഷ് ഒരു വരി കവിത എനിക്ക് അയച്ചു തന്നിട്ടുണ്ടേ. അതെന്താ വരി? ഞാൻ ഈശനിൽ വസിച്ചെന്നാൽ ഈശൻ എന്നിൽ വസിച്ചിടും എന്നാണ്. നന്നായിട്ട് ഇങ്ങോട്ട് ശ്രദ്ധിക്കും. എന്താ പറഞ്ഞേ? ഞാൻ ഈശനിൽ വസിച്ചെന്നാൽ പറയൂ, ഈശൻ എന്നിൽ വസിച്ചിടുക. എനിക്ക് പിറന്നാൾ സമ്മാനമായിട്ട് അയച്ച വരിയാണ്. പക്ഷെ ഞാനിവിടെ പറയാൻ ഉദ്ദേശിച്ച വരി അതല്ല. ഗുരുവായൂരിലേക്കുള്ള ദൂരം കണ്ടവേ, എന്നിൽ നിന്ന് എന്നിലേക്കുള്ള ദൂരം കണ്ട അമ്പരന്നു ഞാൻ. ഒന്നുകൂടെ പറയാം വരി ഒന്നുകൂടെ പറയാം. ഇതൊക്കെ കാത് കൂർപ്പിച്ച് കേൾക്കൂ. ഭഗവാൻ അതിൻ്റെ ഉള്ളിലിരിക്കേണ്ട ഭഗവാനാ നാവിലൂടെ സംസാരിക്കുന്നത്. ഒരു സംശയം വേണ്ട. ഗുരുവായൂരിലേക്കുള്ള ദൂരം താണ്ടവേ പറയൂ, എന്നിൽ നിന്ന് എന്നിലേക്കുള്ള ദൂരം കണ്ട് അമ്പരന്നു ഞാൻ. ഗുരുവായൂർക്ക് കഷ്ടപ്പെട്ട് പോയപ്പോൾ ഞാൻ ആരിൽ നിന്ന് ആരിലേക്ക് തന്നെയാ പോയത്? എന്നീന്ന് എന്നിലേക്ക് നടക്കരുത്. കാരണം ഗുരുവായൂരപ്പന്റെ മുന്നിൽ പോയിട്ട് കണ്ണൊന്ന് തുറന്നിട്ട് നമ്മളിങ്ങനെ തുറന്നു പിടിച്ച് നിൽക്കല്ല അയ്യ. പിന്നെ എന്താ അയ്യ? ഒന്ന് കണ്ണടച്ച് ഉള്ളിക്ക് നോക്കുക. ശരിയാണോ അല്ലയോ? അപ്പൊ ഭഗവാൻ ഇരിക്കണത് എവിടെയാ പറയൂ? ഹൃദയത്തിലാണ്. ഹൃദയവാസിയാണ് ഭഗവാൻ. ശരിയാണോ അല്ലയോ? അപ്പൊ ഗുരുവായൂർക്ക് കഷ്ടപ്പെട്ട് പോയപ്പോൾ ഞാൻ എവിടേക്ക് തന്നെയാ പോയത്? എന്നിൽ നിന്ന് പറയൂ, എന്നിൽ നിന്ന് പറയൂ, എന്നിലേക്ക് യാത്ര ചെയ്തു. ഈ സത്യത്തെ മനസ്സിലാക്കാനാണ് പ്രിയരെ ക്ഷേത്രം. ഇത് മനസ്സിലായില്ലേ? നമ്മളൊക്കെ പട്ടിയെ പോലെ ചത്തു വീഴും. അത് വീഴരുത്. അതിനാണ് സത്സംഗം.